ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ആദ്യമേ തന്നെ ഞാൻ ചായ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഭയങ്കര കാറ്റും തണുപ്പല്ലേ, അപ്പൊ എപ്പോഴും തുമ്മലും ചുമയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ഞാൻ കുറച്ച് വെള്ളത്തില് ഇഞ്ചി, പട്ട, ഏലക്കായ, കുരുമുളക് ചതച്ചത് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ ചായ തിളപ്പിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ടൻ ചായക്കുള്ള ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കും. ഈ ഒരു കളർ ആകുമ്പോഴേക്കും ഞാനത് ഓഫ് ചെയ്യും കേട്ടോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ ആയിട്ടുള്ളത് ദോശയാണ്. ഞാനിവിടെ അരിയും ഉഴുന്നും അങ്ങനെ കുതിർത്തിയിട്ട് അരച്ച് വെക്കാറില്ല, കാരണം നമ്മൾ രണ്ട് പേരാണ് ഉള്ളത്. സോ എപ്പോഴും ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു പാക്കറ്റ് മാവ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്നലെ ഇഡലി ഉണ്ടാക്കിയായിരുന്നു, അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പാക്കറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. 2 പേർക്കായിട്ട് അരി ഉഴുന്നും അരയ്ക്കണ്ടല്ലോ. പിന്നെ ഇടയ്ക്ക് ഞാൻ റാഗിയും ചെറുപയറൊക്കെ കുതിർത്തിയിട്ട് അങ്ങനെ അരച്ച് ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്നൊന്നുമില്ല, മിക്കപ്പോഴും ഈ ഒരു പാക്കറ്റ് ആണ് പലപ്പോഴും വാങ്ങിക്കാറ് കേട്ടോ. ദോശമാവിൽ ആവശ്യത്തിന് സോൾട്ടും വെള്ളവും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ നാളികേരം ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ, ചട്നിക്ക് വേണ്ടിയിട്ട്. പിന്നെ ദോശ കഴിക്കാറായപ്പോഴാണ്, മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായപ്പോഴാണ് ഞാൻ ദോശ പരത്തി ചുട്ടെടുക്കുന്നത്. അതുവരെ അതവിടെ മിക്സ് ചെയ്ത് വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ചെയ്ത് തീർക്കാണ് പതിവ്. അങ്ങനെ ഞാൻ ചട്നിക്കുള്ള തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് നോർമലി നമ്മൾ ചട്നിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇപ്പൊ രാഹുലേട്ടന് പോവാറായതുകൊണ്ട് ഞാൻ ദോശ പരത്തി നല്ല ഗീയൊക്കെ തടവി നല്ല മുരിഞ്ഞ ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോന്ന് കഴിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത ദോശ ഉണ്ടാക്കുക ആണ് ഇവിടെ പതിവ് കേട്ടോ. പിന്നെ ഞാൻ വീക്ക്ലി ആണ് നമ്മൾ ദോശ ഉണ്ടാക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരാഴ്ച ഉണ്ടായിന്ന് വരില്ല. മിക്കതും വീക്ക്ലി വൺസ് ആണ് ദോശമാവ് വാങ്ങിക്കാറ്. ഒരു മാവ് വാങ്ങിയാൽ നമുക്ക് എപ്പോഴും 2 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. ദോശയ്ക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുന്നത് അത് ചൂടോടെ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ചട്നി ആണെങ്കിലും നമ്മൾ ഒരിക്കലും അത് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചൂടാക്കരുത്. അതിലേക്ക് വേണം നമ്മൾ കടുകും മുളകും കറിവേപ്പിലൊക്കെ വറുത്തിടാനായിട്ട്. സോ ഗൈസ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഞാൻ കഴിക്കട്ടെ.